ഈസ്റ്റ് ഏഷ്യൻ മുവായ് തായ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ സർക്കാരിനെയും കായിക പ്രേമികളുടെ സഹായം തേടുകയാണ് മലപ്പുറം ജില്ലക്കാരായ രണ്ടുപേർ. എടപ്പറ്റ സ്വദേശി ഫഹദും മങ്കടക്കാരൻ അതുലും. ഹോങ്കോങ്ങിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെങ്കിൽ കായിക കേരളം തന്നെ മനസ്സ് വെക്കേണ്ട സാഹചര്യമാണ്. തായ്ലൻഡാണ് മുവായ് താങ്ങിന്റെ ജന്മദേശം. ബോക്സിങ്ങിന് സമാനമാണ് മുവായ് താങ്. കേരളത്തിന് പരിചിതമായി വരുന്നതേയുള്ളൂ ഈ കായിക ഇനം. മുയ് തായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തായ്ലൻഡ് ആയോധന കലയാണ്. നമ്മളെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ട്രഡീഷണൽ മാർഷൽ ആർട്സ് ആണ് കളരി എന്ന് പറയുന്ന പോലെ തന്നെ തായ്ലൻഡിന്റെ ട്രഡീഷണൽ മാർഷൽ ആർട്ടാണ് മുയ് തായ് എന്ന് പറയുന്നത്. മൊയ് എന്ന് പറഞ്ഞാൽ ബോക്സിങ്, തായ് ബോക്സിംഗ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. കേരളത്തിൽ ഇത് 2015 മുതൽ തുടങ്ങിയിട്ടുണ്ട്. 2015 മലപ്പുറം ജില്ലയിൽ വെച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഉണ്ട്. ഏകദേശം ഒരു 400ന്റെ മുകളിൽ ക്ലബ്ബുകളിൽ മുയ് തായ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നവംബർ 27 മുതലാണ് ഹോങ്കോങ്ങിൽ ഈസ്റ്റ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഫഹദ് 54 കിലോഗ്രാം വിഭാഗത്തിലും അതുൽ 51 കിലോഗ്രാം വിഭാഗത്തിലുമാണ് മത്സരിക്കുന്നത്. 2 ലക്ഷം രൂപയോളം ചെലവുണ്ട് ഓരോരുത്തർക്കും അവിടെ എത്തി മത്സരിക്കാൻ. സ്പോൺസർമാരോ കായിക സംഘടനകളോ ഇവർക്കൊപ്പമില്ല. ഇതിനോടകം നിരവധി ദേശീയ അന്തർദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ഫഹദ് പങ്കെടുത്ത് നേട്ടം സ്വന്തമാക്കിയതെല്ലാം സ്വന്തം നിലയ്ക്കാണ്. +2 വിദ്യാർത്ഥിയായ അതുലിനും ഇത് വലിയ ഒരു അവസരമാണ്. ഞാൻ 6ാമത്തെ ടൂർണമെന്റാണ് ഇന്റർനാഷണൽ പങ്കെടുക്കുന്നത്. ഫസ്റ്റ് ഏഷ്യൻ മുയ് തായ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു, അത് അബുദാബിയിൽ വെച്ചിട്ടായിരുന്നു. 2ാമത് തായ്ലാന്റ് വെച്ചിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. 3ാമത് ഇവിടെ ഏഷ്യൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് തന്നെ നമ്മൾ അബുദാബിയിൽ വെച്ചിട്ട് പങ്കെടുത്തു. പിന്നെ ലാസ്റ്റ് പങ്കെടുത്തത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു, അതിൽ സിൽവർ മെഡൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈസ്റ്റ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിരുന്നു, പിന്നെ നാഷണൽ ചാമ്പ്യൻഷിപ്പിലും പോയിരുന്നു. ഫസ്റ്റ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് 51 യൂറോ. സാമ്പത്തികമായിട്ട് വലിയ വെല്ലുവിളിയാണോ? അതെ, സാമ്പത്തികമായിട്ട് ചെറിയ വെല്ലുവിളി തന്നെയാണ്. സ്പോൺസർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. കേരളത്തിൽ സ്പോർട്സ് കൌൺസിലിന്റെ പിൻബലമില്ലാതെയാണ് ഇപ്പോൾ മുവായ് തായ് താരങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഈ കായിക ഇനത്തിന് സ്വീകാര്യത കൂടി വരികയാണ്. അടുത്ത ഒളിമ്പിക്സിൽ മുവായ് തായ് കൂടി ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് ഇവരെ നയിക്കുന്നത്. നമ്മളെ ഫ്യൂച്ചർ പ്ലാൻ ഒളിമ്പിക്സ് ആണ്. ഒളിമ്പിക്സിൽ ഈ ഗെയിം വരുമ്പോൾ നമുക്കതിൽ പെർഫോം ചെയ്യണം, നമുക്കതിൽ എൻട്രി ആവണം. അതാണ് ഇത്രയും റിസ്ക് എടുത്ത് പൈസയും കാര്യങ്ങളൊക്കെ സ്വന്തം റിസ്കിലും അതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ പോയിട്ട് ചോദിക്കാനും ഇതിനൊരു മടിയില്ലാതെ പോകുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒളിമ്പിക്സ് ആണ് നമ്മളെ ഒരു ടാർഗറ്റ്. 26-ാം തീയതി ഇവർക്ക് മത്സരത്തിനായി യാത്ര തിരിക്കേണ്ടതുണ്ട്. കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ മുന്നിൽ വരെ ഇവരുടെ അപേക്ഷ എത്തിയിട്ടുണ്ട്. സർക്കാരും കായിക കേരളവും ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇവർക്കിപ്പോഴുള്ളത്. അഖിലോട്ട് പറഞ്ഞൊപ്പം CV അനുമോദ്, ന്യൂസ് 18.